സഹകരണ ബാങ്കുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭീഷണി. സഹകരണ ബാങ്കുകളിലെ യു.ഡി.എഫ് പ്രവർത്തകരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുമെന്നും ബാങ്കുകൾ മാലപ്പടക്കം പൊട്ടുന്നപോലെ പൊട്ടുമെന്നും സതീശന്റെ ഭീഷണി. ചേവായൂർ ബാങ്ക് വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിലായിരുന്നു വി.ഡി. സതീശന്റെ ഭീഷണി. മാർച്ചിൽ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടു യു.ഡി.എഫ് പ്രവർത്തകർ. മേഘമാധവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേവായൂർ സഹകരണ ബാങ്കിലെ തോൽവിക്ക് പിന്നാലെ വിരളി പൂണ്ട കോൺഗ്രസ് നേതൃത്വം പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്ന പരാതിയുമായാണ് ഇന്ന് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മാലപ്പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടും എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ. സഹകരണ ബാങ്കുകൾക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകില്ല, തങ്ങളുടെ പ്രവർത്തകർ കൂട്ടത്തോടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോയിട്ടാണെങ്കിലും ചേവായൂർ ബാങ്കിന്റെ ഭരണം തിരിച്ചുപിടിക്കുമെന്നുമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ഞങ്ങൾ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ പണം ജനദ്രൂതമായി പിൻവലിക്കും. ആളപ്പഴക്കം പൊട്ടുന്നത് പോലെ കേരളത്തിലെ ബാങ്കുകൾ തകർന്നു വീഴും. ഞങ്ങൾ ഓരോ തരത്തിലുള്ള പിന്തുണയും ഈ സർക്കാരിന് തരും. വി.ഡി. സതീശന് മുൻപേ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അറപ്പുളവാക്കുന്ന ഭാഷയിലാണ് പോലീസിനെതിരെ സംസാരിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലായിരുന്നു DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്നത്തെ പ്രസംഗം. ഇവിടെ ഒരു വിദ്യാർത്ഥി ഇരിക്കുന്നുണ്ട്, പേര് നാരായണൻ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരാ. പക്ഷെ ഈ ദുഷ്ട ഇറപ്പിന് പേര് പറ്റിയതല്ല കേട്ടോ. ഉമേഷ് ഇത്തരം സ്വഭാവമുള്ള ആളുകളെ എന്റെ നാട്ടിൽ വിളിക്കുക എരപ്പൻ. ഈ എരപ്പൻ പക്ഷെ എന്റെ നാട്ടിൽ പറയുന്നു ഞാൻ എരപ്പനായിപ്പോയി പറയും. ഓനിപ്പ് എന്നെ അടിക്കും. അതിലും വൃത്തികെട്ട എരപ്പനാണ് ഈ ഉമേഷ്. മാർച്ചിന്റെ തുടക്കം മുതൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കുകയായിരുന്നു. പോലീസിന് നേരെ തെറിയഭിഷേകം നടത്തുകയും പോലീസിന് നേരെ കല്ലേറുണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടായി. കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറിൽ കുന്നമംഗലം SHOക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ജലപീരങ്കിക്ക് നേരെയും പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കണ്ടത്. കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപമാണ് കമ്മീഷൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു അക്രമ കളമാക്കി മാറ്റുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ചേവായൂർ സഹകരണ ബാങ്ക് തോൽവിയുടെ പേരും പറഞ്ഞ